ഇന്നത്തെ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എംകോമിൻ്റെ ക്യൂട്ടീൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇത് 2022 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൺഡേ ആണ് ക്യൂട്ടീൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പാർട്ട് എ, ബി, അതുപോലെ തന്നെ സിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ പ്രോബ്ലം വീഡിയോസൊക്കെ നെക്സ്റ്റ് ഡേയ്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ക്യൂട്ടീൻ്റെതും അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്ട്സിൻ്റെ വീഡിയോസും മുന്നോട്ടേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം. ഇതിനകത്ത് 2 വെയിറ്റേജ് ആണ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, എൻവിയോൺമെൻറ്റിൻ്റെ എക്സാമും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എക്സാമും ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. 2 വെയിറ്റേജിന് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗം മൊത്തത്തിൽ എഴുതാൻ ട്രൈ ചെയ്യണമെന്ന്. എന്നാൽ ക്യൂട്ടിയിലേക്കൊക്കെ വരുമ്പം ഇതൊരു പ്രോബ്ലം ബേസ്ഡ് തിയറി പേപ്പറാണ്. അപ്പോൾ 2 വെയിറ്റേജിനൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. സോ നിങ്ങൾക്ക് അറിയുന്ന കാര്യം വൃത്തിക്ക് ഒരു 5-6 ലൈനാണെങ്കിലും അത് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചതാണ്, PGയിലും പഠിക്കുന്നുണ്ട്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് എഴുതി വെക്കുക, അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും എഴുതി വെച്ചാൽ തന്നെ ആ മാർക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ. നമുക്ക് എസ്റ്റിമേഷൻസിൽ പഠിക്കാനുണ്ട്, അത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ടൈപ്പ് 2 എറർ ആണ്. നിങ്ങൾ ആദ്യം എറർ എന്താണെന്ന് എഴുതുക, പിന്നെ ടൈപ്പ് 2 എറർ എഴുതുക. നെക്സ്റ്റ് അനോവയാണ്. അനോവ 2 വെയിറ്റേജിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 5-6 ലൈൻസിൽ എഴുതാം. പക്ഷേ അനോവ നിങ്ങൾ അതിൻ്റെ പ്രോബ്ലം നിർബന്ധമായിട്ട് നോക്കണം. മിക്കവാറും വർഷങ്ങളിൽ എസ്സേക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അനോവ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അടുത്തത് വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് നോക്കി പഠിക്കുക. ഇതൊരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 വെയിറ്റേജ് പഠിച്ചാൽ അത് തന്നെയായിരിക്കും ഈ പ്രാവശ്യവും. അതിലേതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ് ചോദിക്കുക. കാരണം ക്യൂട്ടിയാണ്, തിയറി ചോദിക്കുന്നതിന് പരിമിതികളുണ്ട്. സോ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചു കാണാറ്. വെയിറ്റേജിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് MS Excel ഇൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അപ്പോൾ ആദ്യം MS Excel എന്താണെന്ന് എഴുതുക, MS Excelൻ്റെ യൂസസ് എഴുതുക. എക്സൽ ഈ ഒരു ക്യൂട്ടിയിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്യൂട്ടീൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തിയറി പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മറ്റ് ഡിസിപ്ലിൻസ് ക്യൂട്ടിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇനി 3 വെയിറ്റേജ് ആണ്. 3 വെയിറ്റേജിൽ കൂടുതലായിട്ടും പ്രോബ്ലം ആണ് വരിക. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ക്യൂട്ടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ എല്ലാ വർഷവും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ക്യൂട്ടിയിൽ ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ വാരി വലിച്ച് പഠിക്കാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചെയ്ത് പഠിക്കുക. നമ്മൾ അതിൻ്റെ ക്ലാസ് ആയിരിക്കും മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. 3 വെയിറ്റേജിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാങ്ക് കൊറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, വളരെ ഈസി ആയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ തന്നെ കിട്ടും. നമ്മുടെ ചാനലിൽ റാങ്ക് കൊറിലേഷൻ്റെ പ്രോബ്ലം നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. 3 വെയിറ്റേജിൽ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. വേറെ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളത് മിസ് ചെയ്യാണ്ട് തന്നെ നോക്കുക. അടുത്ത 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാനാണ്. 2 ലൈൻസിൻ്റെ റിഗ്രഷൻ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അത് യൂസ് ചെയ്തുകൊണ്ട് കൊറിലേഷൻ ഇക്വേഷൻ കാണാനാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി എന്നാണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച പോലെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ പ്രോബബിലിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. കോയിൻ്റെ കേസും ഡൈസിൻ്റെ കേസും കാർഡ്സും ഒക്കെ നോക്കിയിട്ട് തന്നെ പോവുക. വളരെ സിമ്പിളായിട്ടുള്ളത് തന്നെ ചോദിക്കുള്ളൂ. പ്രത്യേകിച്ച് പ്രഷറും ടെൻഷനും തരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും എക്സാമിന് പൊതുവേ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. മുന്നോട്ടേക്കുള്ള 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസിലൊക്കെ ടെസ്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ടെസ്റ്റ് ഹൈപ്പോത്തിസിസുകൾ വരുന്നുണ്ട്. കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. സോ 3 വെയിറ്റേജ് എസ്സേ, പിന്നെ എന്താ പറയുക, നമുക്ക് എപ്പോഴും ചോദിക്കുന്ന റിഗ്രഷൻ, കൊറിലേഷൻ, അനോവ, ഈ ഒരു സാധനങ്ങൾ, റാങ്ക് ടെസ്റ്റ്, സൈൻ ടെസ്റ്റ്, ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും എസ്സേയിൽ ചോദിക്കാറ്. സോ നിങ്ങൾ എസ്സേ ഫോക്കസ് ചെയ്യുക. ആദ്യം 2 വെയിറ്റേജിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള 3 വർഷത്തെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള എസ്സേസ് നോക്കുക. 3 വെയിറ്റേജിലാണ് പിന്നെയും കുറച്ചെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കാണാം. 17ാമത്തെ എസ്സേ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ആണ്. നമുക്ക് ടെക്സ്റ്റിൽ വേറെയും ബൈനോമിയൽ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി വെക്കുക. കാരണം അതിലേതെങ്കിലും ഒന്നാണ് തിയറിയിൽ ചോദിക്കുക. പ്രോബ്ലം പഠിച്ച് പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തിയറി
ആണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നോക്കാം. നമ്മൾ ക്യൂട്ടീൻ്റെ അടുത്തൊരു വീഡിയോ ഇടാൻ പോകുന്നത് തിയറി മാത്രം പഠിച്ചുകൊണ്ട് എങ്ങനെ പാസ്സാവാൻ പറ്റും, അല്ലെങ്കിൽ ചോദിച്ചു വന്നിട്ടുള്ള ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള എല്ലാ തിയറിയും അതിൻ്റെ എല്ലാ ആൻസറുകളും കൂടെ ഒരു വീഡിയോ നമ്മളിടും. സോ പ്രോബ്ലം ഡിഫിക്കൽട്ടായിട്ടുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് തിയറിയിൽ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, പാസ്സാവാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് റിഗ്രഷൻ ഇക്വേഷൻ, അനോവ, അതുപോലെ തന്നെ റാങ്ക് കൊറിലേഷൻ, സൈൻ ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോക്കുക. ഹൈപ്പോത്തിസിസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അത് നോക്കുക. പിന്നെ തിയറി, എസ്എ ക്വസ്റ്റ്യൻസ്, എല്ലാ പ്രോപ്പർട്ടീസും, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും മിസ് ഔട്ട് ചെയ്യാതെ നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് തിയറി മാത്രം പഠിച്ചുകൊണ്ട് എങ്ങനെ പാസ്സാവാന്നുള്ള വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം, റിഗ്രഷൻ, കൊറിലേഷൻ, അതുപോലെ തന്നെ കോയിഫിഷ്യൻറ്റ്, സൈൻ ടെസ്റ്റ്, റാങ്ക് ടെസ്റ്റ്, ഈ ഒരു സംഭവങ്ങളുടെയൊക്കെ പ്രോബ്ലം വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.